വന്നപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ് രണ്ട് പൊടി കുഞ്ഞുങ്ങളെയും കൊണ്ട് രണ്ടമ്മമാര് പൊതിച്ചോറ് കച്ചവടം ചെയ്യുന്നത്. എന്താ ചേച്ചി ഈ വഴിയോരത്ത് ഇങ്ങനെ മക്കളെയും കൊണ്ട് കച്ചവടം ചെയ്തേ? വീട്ടിലാരും ഇല്ല, നമ്മൾ കുഞ്ഞുങ്ങളെ നോക്കാനേ അമ്മയും അച്ഛനും എല്ലാവരും ജോലിക്ക് പോകുന്നുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, അതുകൊണ്ട് അങ്ങനെ ഇറങ്ങി. നമ്മൾ പൊതിച്ചോറ്, കപ്പയും മീൻകറിയും, കപ്പയും ബീഫും, കപ്പയും ചിക്കനും, പിന്നെ കപ്പ ബിരിയാണി, മുട്ട ബിരിയാണി, വെജിറ്റബിൾ ബിരിയാണി, അങ്ങനെ നമ്മൾ വെറൈറ്റി. റേറ്റ് ഒക്കെ എങ്ങനെയാണ് വരുന്നത്? കപ്പയും മീനും ആണെങ്കിൽ 80 രൂപയ്ക്കായിരുന്നു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ പൊതിച്ചോറ് 100-നാണ് കൊടുക്കുന്നത്, കാരണം അതിനകത്ത് മുട്ടയും മീനും എല്ലാം ഉള്ളതുകൊണ്ട് പൊതിച്ചോറ് 100. പിന്നെ ബിരിയാണി 100, മുട്ട ബിരിയാണി 80, പിന്നെ ഫിഷ് ബിരിയാണി ഉണ്ടായിരുന്നു, അത് 100-നാണ്. നമ്മളൊരു 12 മണിയാകുമ്പോൾ തൊട്ട് തുടങ്ങും. എങ്ങനെ നമ്മൾ 12 മണി തൊട്ട് ഒരു 3:30 വരെയുള്ള കച്ചവടം. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കച്ചവടം ചെയ്യാനായിട്ട് തുടങ്ങി? നമ്മൾ കൊറോണ കഴിഞ്ഞ സമയത്ത് നമുക്ക് ജോലി ഉണ്ടായിരുന്നു. കൊറോണ കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളായപ്പം നമുക്ക് വേറെ ജോലിക്കൊന്നും ഇവരായിട്ടൊന്നും ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അല്ലാണ്ട് ഇറങ്ങിയത്. രണ്ടുപേരും കൊണ്ട് ഞാൻ ടെക്നോ പാർക്കിലായിരുന്നു സെക്യൂരിറ്റി ആയിട്ട്. രാവിലെ ഒരു 5 മണി ആ സമയത്ത് തലേന്ന് ചെയ്ത് വെക്കും. പിന്നെ 5 മണിയാകുമ്പോൾ എഴുന്നേക്കും. ഇവരെയും കൊണ്ട് രാവിലെ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഹസ്ബൻഡിന് ജോലിക്ക് പോകണം, ചേട്ടന് ജോലിക്ക് പോകണം, അച്ഛൻ ജോലിക്ക് പോകണം. അപ്പോൾ അതുകൊണ്ട് രാവിലെ എഴുന്നേക്കും, അവരുടെ കാര്യം നോക്കണം. 12 മണിയാകുമ്പോൾ വരും രാവിലെ. എത്ര മണി വരെ? പൊതിച്ചോറ്, കപ്പയും മീനും, ചക്കയും മീനും, ചില ദിവസങ്ങളിൽ ചിക്കൻ ബിരിയാണി, ചിലപ്പം മുട്ട ബിരിയാണി, വെജിറ്റബിൾ ബിരിയാണി, ഇല്ലെങ്കിൽ പിന്നെ ഫിഷ് ബിരിയാണി, അങ്ങനെ പല വെറൈറ്റി ഉണ്ട്, സാധനങ്ങളുണ്ട്. ഇപ്പോഴേ എവിടെ ഈ സ്ഥലം വരുന്നേ? നമ്മൾ KFC കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ മംഗലത്തിന് സ്റ്റാൻഡിന് തൊട്ടിപ്പുറത്തായിരുന്നു. ഇപ്പോൾ 1 മാസം കൊണ്ട് തുടർച്ചയായിട്ടുണ്ട്.